ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ചാക്കോച്ചനാണ്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. സിബി വർഗീസ്, ഷാനവാസ്, അങ്ങനെ കുറേ പേരുണ്ട്. ഒരുപാട് സന്തോഷങ്ങൾ. ഉന്മാദം എന്ന സിനിമ 2 ദിവസം മുമ്പ് റിലീസായി. പുതുമുഖ ഡയറക്ടറായ കിരൺ ദാസ്, സ്ക്രിപ്റ്റ് റൈറ്റർ ഷാഹി കബീർ, മ്യൂസിക് മുജീബ് മജീദ്, പനോരമ സ്റ്റുഡിയോസ് പ്രൊഡക്ഷൻ, അങ്ങനെ ഒരു നല്ലൊരു ടീമിൻ്റെ കൂടെ ടെക്നിക്കൽ സൈഡിലും പ്രൊഡക്ഷൻ സൈഡിലും. ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ലിജോ മോള്, സുധീഷ്, സിദ്ദിഖേട്ടൻ, ഷാജു, സാബുമോൻ, കൃഷ്ണപ്രഭ, അങ്ങനെ കുറേ ആൾക്കാർ, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു നല്ല സിനിമയുമായിട്ട് കഴിഞ്ഞ 31-ാം തീയതി വരാനായിട്ട് സാധിച്ചു. കുടുംബ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ആ ഒരു സ്നേഹവും ആ ഒരു നന്ദിയും അറിയിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ലൈവ് വരുന്നത്. നമുക്കറിയാം, ഒരു മഴയാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിലുപരി അതൊക്കെ തരണം ചെയ്തിട്ട് സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോടുള്ള ഏറ്റവും വലിയൊരു സ്നേഹവും നന്ദി അറിയിക്കുകയാണ്, എൻ്റെ വ്യക്തിപരമായ പേരിലും ഉന്മാദം സിനിമ ടീമിൻ്റെ പേരിലും. ആദ്യത്തെ ദിവസം റിലീസ് ചെയ്തതിൻ്റെക്കാൾ കൂടുതൽ ഒരു ക്രൗഡും ഒരു സ്നേഹവും രണ്ടാമത്തെ ദിവസം ഈ സിനിമയ്ക്ക് ലഭിക്കുകയുണ്ടായി. മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആ സ്നേഹം കൂടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ആ സന്തോഷം നിങ്ങളുമായിട്ട് ഒന്ന് നേരിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈവ് വന്നിരിക്കുന്നത്. സുഖമായിട്ടിരിക്കുന്നു. കുറേ പേര് എനിക്കറിയാവുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും സിനിമ കണ്ടവരും സിനിമ കാണാത്തവരും എല്ലാവരും കുറേ പേര് ഈ ലൈവിൽ വരുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹായ്. റോസ്, സാനി, അനന്തു, എല്ലാവർക്കും ഹായ്. ഒരുപാട് നമ്മുടെ ഷാഹി കബീർ, ഒറിജിനൽ ഷാഹി തന്നെയാണോ ദൈവമേ? ലിജോ മോള് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പല തിയേറ്റർ വിസിറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടത്തിലായിരുന്നു. ഞാൻ ഇന്നലെ ആലപ്പുഴയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു തൂഫാൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ശരിക്കും അവിടെ നടന്നൊരു ഇൻസിഡൻ്റാണ് ശരിക്കും ഈ ഒരു ലൈവ് വരാനായിട്ട് പ്രത്യേകം എന്നെ പ്രേരിപ്പിച്ചത്. കാരണം എത്രത്തോളം ജനങ്ങൾ, പ്രേക്ഷകർ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും എൻ്റെ സിനിമകളെയും കഥാപാത്രങ്ങളും അതിലുപരി ചാക്കോച്ചൻ എന്നുള്ള വ്യക്തിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് നേരിട്ട് അറിയാനായിട്ട്, അനുഭവിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നിങ്ങളോടെല്ലാവരോടും ഈ ഇത്രയും വർഷങ്ങളായിട്ട് 29 വർഷത്തിന് മേലെയായി നിങ്ങളുടെ ഈ സ്നേഹം അത് കൂടിക്കൂടി വരികയല്ലാതെ കുറഞ്ഞിട്ടില്ല. ഒരു ശതമാനം പോലും കുറഞ്ഞിട്ടില്ല എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കാതിരുന്നിട്ടും സിനിമയിലേക്ക് വരികയും ഒരു നടനെന്നുള്ള രീതിയിൽ തുടക്കകാലത്ത് അങ്ങനെ അധികം പ്രയത്നങ്ങളും ഒന്നും എടുക്കാതിരുന്ന ഞാൻ പിന്നീട് അത് തിരിച്ചറിയുകയും അത് നല്ല കഥാപാത്രങ്ങളിലൂടെ, നല്ല സിനിമകളിലൂടെ മാത്രമാണ് എനിക്ക് ആ സ്നേഹം നിങ്ങൾക്ക് തരുവാൻ പറ്റുക എന്നുള്ളതൊരു തിരിച്ചറിവുണ്ടാവുകയും ഇപ്പോൾ ഉന്മാദത്തിലെ ഷെല്ലിയിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ആ സിനിമയ്ക്കും പ്രത്യേകിച്ച് ഷെല്ലി എന്ന കഥാപാത്രത്തിനും തരുന്ന സ്നേഹം അത് ഞാൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സിൽ നിന്നും തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള നന്ദിയും ഇപ്പോൾ അറിയിക്കുകയാണ്.